അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഹാബി പ്രസ്ഥാനം 18 കഷ്ണങ്ങളായി ഭിന്നിച്ചതോടുകൂടി അവർ മുമ്പ് പറഞ്ഞിരുന്ന പല കള്ളത്തരങ്ങളും വെളിച്ചത്ത് വരികയാണ്. മുമ്പ് വഹാബികൾ പറഞ്ഞിരുന്നത് ഇബ്നു തൈമിയ അടക്കമുള്ള മുൻകാല നേതാക്കന്മാരെ തള്ളിക്കൊണ്ട തറാവീഹ് നിസ്കാരം 8 റക്അത്താണ്. 8 റക്അത്തിന്റെ മേലെ നിസ്കരിക്കുന്നവർ പുത്തൻവാദികളാണ്, നരകത്തിലാണെന്നവർ പറഞ്ഞു. പിന്നീട് നമ്മൾ കണ്ടത് 8 അല്ല 11 റക്അത്താണ്. എന്നാൽ വഹാബിസം പൊട്ടിപ്പിളർന്ന് 18 കഷ്ണമായപ്പോൾ KNM വിസ്റ്റം ജിന്നു മുജാഹിദ് സംവാദങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇബ്നു തൈമിയ അടക്കമുള്ള വഹാബി പണ്ഡിതന്മാർ കേരള വഹാബികളുടെ മുൻകാല വാദങ്ങൾക്ക് എതിരായിരുന്നു എന്നാണ്. ഇബ്നു തൈമിയ പറഞ്ഞിരിക്കുന്നത് തറാവീഹ് നിസ്കാരം 11 എന്ന് വാദിക്കുന്ന ആരൊക്കെയുണ്ടോ അവർ നരകത്തിൽ സീറ്റുറപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് വിസ്റ്റം ജിന്നു മുജാഹിദുകൾ പറയുന്നത്. എന്നാൽ സാക്ഷാൽ ഇബ്നു തൈമിയ ആരാണ്? ഇബ്നു തൈമിയയുടെ വാക്ക് തള്ളുന്നത് ഖുർആൻ തള്ളുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ KNM ഇബ്നു തൈമിയയെ തള്ളിയിരിക്കുകയാണ്. നമുക്ക് ആ രസകരമായ KNM വിസ്റ്റം സംവാദം കേട്ടു നോക്കാം. നിങ്ങളൊരു പാപമാണ്, നിങ്ങൾക്ക് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല, എന്റെ വോയിസ് കേൾക്കുന്നുമില്ല, നിങ്ങൾ എന്താണ് പറഞ്ഞെന്നറിയാം? റാഫി സാഹിബെ, നിങ്ങളെ വാദം വിദഗ്ധാണ്, സമസ്തക്കാരുടെ വാദവും വിദഗ്ധാണ്. പണ്ഡിതന്മാരുടെ വിഷയത്തിലാണ് ഞാൻ പറയുന്നത്. 11 റക്അത്തിൽ കൂടുതൽ നിസ്കരിക്കൽ ബിദ്അത്താണ് എന്ന് പണ്ഡിതന്മാർ, ലോകത്തുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ആരും പഠിപ്പിച്ചിട്ടില്ല, മുജാഹിദ് പ്രസ്ഥാനവും പഠിപ്പിച്ചിട്ടില്ല. 11 റക്അത്ത് സുന്നത്ത്. പിലാച്ചേരി അബൂബക്കർ മൗലവി പറയുന്നത് 11 റക്അത്താണ് തറാവീഹ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്, അതാണ് സുന്നത്ത് എന്നാണ്. ഇത് പച്ചക്കളവാണ്, ഇത് കളവാണെന്ന് പിലാച്ചേരി തന്നെ സംവാദത്തിന്റെ ബാക്കി ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ മാത്രമുള്ള തറാവീഹ് നിസ്കാരം 3 ദിവസമാണ് നിസ്കരിച്ചത്. ആ നിസ്കാരം 11 റക്അത്താണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. റമളാനിലും അല്ലാത്തപ്പോഴും നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമുണ്ട്, ആ നിസ്കാരം 11 റക്അത്താണ്, അത് വിത്റാണ്, തറാവീഹ് അല്ല. പക്ഷെ ഒരാൾ പറയാണ് 11 റക്അത്ത് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അബിദ, അത് കാരണം പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ 23 റക്അത്ത് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന വാദവും തെറ്റാണ്. വിസ്റ്റം ജിന്നു മുജാഹിദ് നേതാവ് പിലാച്ചേരി പറയുന്നത് 11 റക്അത്ത് മാത്രമാണ് എന്ന് വാദിക്കുന്ന KNM പുത്തൻവാദികളാണ്, പുത്തൻവാദം ലലാലത്താണ്, ലലാലത്ത് നരകത്തിലാണ് എന്ന് KNMകാരോട് പറയുന്നത് പോലെ സമസ്തയുടെ വാദവും നരകത്തിലാണെന്നാണ് പറയുന്നത്. അതിന് കാരണം പറയുന്നത് സമസ്ത 23 റക്അത്താണ് തറാവീഹ് എന്ന് വാദിക്കുന്നവരാണെന്നാണ്. പച്ചക്കള്ളമാണ് ഈ പറഞ്ഞത്. 23 റക്അത്താണ് തറാവീഹ് നിസ്കാരമെന്ന് സമസ്ത എവിടെയും പറഞ്ഞിട്ടില്ല. സമസ്തക്കില്ലാത്തൊരു വാദം പറഞ്ഞുകൊണ്ട് സമസ്തയെ നരകത്തിലാക്കാനുള്ള ശ്രമമാണ് വിഷ്ടം ജിന്നൂരി മൗലവി KNMനോട് സംവദിക്കുമ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ പണ്ട് മുതലെയുള്ള പരിപാടി. മുസ്ലിമീങ്ങൾക്കില്ലാത്ത വാദം അവരുടെ പേരിൽ കെട്ടിവെക്കുകയും അവരെ നരകത്തിലാക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് വഹാബികൾക്കുള്ളത്. തറാവീഹ് നിസ്കാരം 23 റക്അത്താണ്. സമസ്തക്ക് അങ്ങനെ ഒരു വാദമുള്ളതായി പിലാച്ചേരി അബൂബക്കർ മൗലവിക്ക് തെളിയിക്കാൻ സാധ്യമല്ല. മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൽ പങ്കെടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ ഇമാമിന്റെ കീഴിലാക്കിയ തറാവീഹിന്റെ എണ്ണം എത്രയാണോ അത്രയാണ് നിസ്കരിക്കുന്നത്. സമസ്തയുടെ വാദം ആദ്യം പഠിക്കുക, ശേഷം അവരെ നരകത്തിലാക്കാൻ വരാം എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ അഭിപ്രായം അടക്കമാണ് ഞാൻ പറഞ്ഞത്. ഹദീസിൽ പ്രമാണങ്ങളിൽ 11 റക്അത്തേ ഉള്ളത്, അതിന് സംശയമൊന്നുമില്ല. നിങ്ങൾ വാദം ഉണ്ടല്ലോ, ഇത് സമസ്തക്കാരെ പോലെ, ആ വാദം വിദഗ്ധാണെന്ന് പറഞ്ഞത്. ശരിക്കും പറയുന്ന കേൾക്ക്. ഈ അന്ധമായ വിരോധം, ഒരു പ്രസ്ഥാനത്തോടുള്ള അന്ധമായ വിരോധം നിങ്ങളെ പിരാന്തനാക്കി മാറ്റിയിരിക്കുകയാണ്. എന്താ ഉണ്ട ചോറിന് നന്ദി കാണിക്കണം, മുസ്ലിയാക്കന്മാരാണ് നിങ്ങള്. നിങ്ങള് മുസ്ലിയാക്കന്മാരാണ്. മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ
അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുന്നവരാണ് മുജാഹിദുകൾ. പിലാച്ചേരി മുസ്ലിയാരെ, അള്ളാഹുവിന്റെ റസൂല് റമദാനിലും അല്ലാത്തപ്പോഴും 11 കൂടുതൽ നമസ്കരിച്ചിട്ടില്ല എന്ന വ്യക്തമായ സ്വഹീഹായ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഹദീസ് ഉണ്ടാകുമ്പോൾ പണ്ഡിതന്മാരുടെ കൗലുകൾക്കാണോ പ്രാധാന്യം നൽകേണ്ടത്, അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ട ഹദീസിനാണോ? ഈ ഹദീസിനെ മാറ്റി നിർത്തിക്കൊണ്ട് പണ്ഡിതന്മാരുടെ കൗലുകൾക്ക് പ്രാധാന്യം നൽകിയത് കൊണ്ടാണ് വിസ്റ്റം എന്ന സംഘടന രൂപീകൃതമായത്. മനസ്സിലാക്കണം. നിങ്ങൾ ഇവിടെ നിൽക്കൂല നിങ്ങൾ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട പിലാച്ചേരി മുസ്ലിയാരെ, നിങ്ങളോടുള്ള ആദരവും ബഹുമാനവും മുഴുവനും നിലനിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിങ്കൽ പോയി സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നിങ്ങൾ അംഗീകരിക്കുമോ? മരണപ്പെട്ടവരോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന പണ്ഡിതന്മാരെ നിങ്ങൾ അംഗീകരിക്കുമോ? എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ ക്ഷണിക്കുന്നത് ഏതെങ്കിലും പണ്ഡിതന്മാരുടെ ചിന്താസരണികളിലേക്കല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെയോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയോ ചിന്താസരണികളിലേക്കല്ല മുജാഹിദുകൾ ക്ഷണിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കുമാണ്. തറാവിഹിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസാണ്. റമളാനിലോ അല്ലാത്തപ്പോഴോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 11 കൂടുതൽ നമസ്കരിച്ചിട്ടില്ല. ഏതാണ് അവർ പിൻബലമാക്കിയ ഹദീസ്? നിങ്ങൾ ഈ കൊടുത്ത ഇബാറത്തിന് തെളിവാക്കിയ ഹദീസ് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് ഹദീസിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത്? ബഹുമാനപ്പെട്ട പിലാച്ചേരി അബൂബക്കർ മുസ്ലിയാരെ, 11 റക്അത്താണ് സുന്നത്ത് എന്ന് നിങ്ങളുടെ വായ കൊണ്ട് പറഞ്ഞു. 11 കൂടുതൽ നമസ്കരിച്ചാൽ എന്താണ്? സുന്നത്താണോ അതോ ഫർളാണോ? എന്താണ് അതിന്റെ ഹുക്മ്? 11 സുന്നത്ത് എന്ന് നിങ്ങൾ പറഞ്ഞു. സുബഹിക്ക് മുമ്പ് 2 റക്അത്താണ് സുന്നത്ത് എന്ന് നമ്മൾ പറയുന്നു. ഒരാൾ 4 റക്അത്താണ് എന്ന് 4 റക്അത്ത് നമസ്കരിച്ചാൽ എന്താണ് അതിന്റെ വിധി? എന്താണ് അതിന്റെ വിധി? നിങ്ങൾ പറയണം. 11 റക്അത്താണ് സുന്നത്ത് എന്ന് നിങ്ങൾ പറയുന്നു, 11 കൂടുതൽ നമസ്കരിക്കാമെന്നും നിങ്ങൾ പറയുന്നു. ഈ 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിച്ചാൽ റസൂലുള്ളാഹിന്റെ ചര്യ അവൻ പിൻപറ്റിയോ ഇല്ലയോ? ഹലോ റാഫി സാഹിബ്, നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ചു പഠിക്ക്. ഹനീഫ് കായക്കൊടിക്ക് എത്തിച്ചു കൊടുക്ക് ഈ പറയുന്ന പണ്ഡിതന്മാരുടെ പ്രസ്താവനകൾ. ഇത് വിസ്ഡം പണ്ഡിതന്മാർ പറയുന്നതല്ല, പ്രാമാണികരായ പ്രഗത്ഭരായ ഹദീസ് പണ്ഡിതന്മാരും അല്ലാത്തവരും പറയുന്ന അഭിപ്രായങ്ങളാണ്. എന്താണ് പറഞ്ഞാൽ നിങ്ങൾക്ക്? ഖാല ഇബ്നു അബ്ദുൽ ബർ എന്ന ഹദീസ് മഹാപണ്ഡിതനാണ്. നിങ്ങളുടെ കായക്കൊടിയോട് ചോദിച്ചു നോക്ക്. അദ്ദേഹം ഇബ്നു അബ്ദുൽ ബറിന്റെ ഹദീസ് റാവികളെ കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. ഇവിടെ ഇബ്നു അബ്ദുൽ ബർ പറയുന്നു റഹ്മത്തുള്ളാഹി, വഖദ് അജ്മഅൽ ഉലമാഉ അല അന്ന ലാ ഹദ്ദ വലാ ശൈഅ മുഖദ്ദിറൻ ഫീ സ്വലാത്തിൽ ലൈലി വ അന്നഹാ നാഫിലത്തു. ഇബ്നു അബ്ദുൽ ബർ പറയാണ്, അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഏകകണ്ഠമായി അംഗീകരിച്ചതാണ് തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണത്തിൽ അതിനെ ഒരു നിർണയപ്പെടുത്തലില്ല എന്ന്. അത് നാഫിലത്താണ്. എന്നുവെച്ചാൽ എത്രയും, നാഫിലത്ത് എന്ന് പറഞ്ഞാൽ എത്രയും നിസ്കരിക്കാം എന്നാണ് നാഫില എന്ന് പറഞ്ഞാൽ. ഫമൻ ഷാ, ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, അത്വാല ഫീഹ, ആ നാഫിലത്തിൽ അൽ ഖിയാമ, ദീർഘമായി നിന്ന് നിസ്കരിക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ച്, വഖല്ലത്ത് റക്അത്തുഹു, അതിന്റെ എണ്ണം കുറക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്താൽ വമൻ ഷാ അക്സറ റുകൂഅ വസ്സുജൂദ, റുകൂഉം സുജൂദും വർദ്ധിപ്പിക്കുവാനും ഉദ്ദേശിച്ചാൽ അങ്ങനെയും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. എണ്ണം, റക്അത്തുകളുടെ എണ്ണം കുറച്ച് 11 നിസ്കരിച്ച് ദീർഘമായ ഖുർആൻ പാരായണം ഓതി അങ്ങനെയും നിസ്കരിക്കാം. അതേപോലെ തന്നെ റക്അത്തുകളുടെ എണ്ണമില്ലാതെ സുജൂദും റുകൂഉം വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെയും നിസ്കരിക്കും. ഇത് വിസ്ഡം പണ്ഡിത സഭ പറഞ്ഞതല്ല,
പ്രാമാണികരായ ഉലമാക്കൾ പറഞ്ഞതാണ്. ഇനി അടുത്തത് ഇവിടെ പിലാച്ചേരി പറയുന്നത് തീർത്തും വൈരുദ്ധ്യമാണ്. ഇസ്ലാമിന്റെ ഒരു പ്രമാണമാണ് ഇജ്മാ അഥവാ ഏകകണ്ഠമായ അഭിപ്രായം. പിലാച്ചേരി പറയുന്നത് തറാവീഹ് നിസ്കാരത്തിന് റക്അത്തുകളുടെ കാര്യത്തിൽ നിർണയമില്ല എന്ന്, ഇജ്മാ ഉണ്ട് എന്നാണ്. അത് പച്ചക്കള്ളമാണ്. പിന്നെ വൈരുദ്ധ്യം എന്ന് ഞാൻ പറഞ്ഞത് പിലാച്ചേരി 11 റക്അത്താണെന്ന് നിർണയിക്കാൻ പാടില്ല എന്ന്, ഇജ്മാ ഉണ്ട് എന്ന് പിലാച്ചേരിയുടെ ഈ വാദമനുസരിച്ച് 11 റക്അത്തായി നിർണയിക്കൽ പ്രമാണവിരുദ്ധമാവില്ലേ? നേരെ മറിച്ച് തറാവീഹ് നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം നിർണയിക്കപ്പെട്ടതാണ്. അത് 20 റക്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ 20 റക്അത്താണ് തറാവീഹ് നിസ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബാക്കൾ 20 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 20 റക്അത്താണ് നിസ്കരിച്ചത് എന്ന് അറിയിക്കാനാണ്. വഖാലൽ ഇറാഖി, ഇമാം ഇറാഖി പറയാണ്, ഫീ തർഹ് തസ്രീബ് വഖദ് ഇത്തഫഖൽ ഉലമാഉ അലാ അന്നഹു ലൈസ ലഹു ഹദ്ദുൻ മഹ്സൂറുൻ. റക്അത്തുകളുടെ എണ്ണത്തിന് നിർണയമില്ല, ഒരു ക്ലിപ്തമായി നിശ്ചിതമായി എണ്ണപ്പെടുത്തേണ്ടത് ആവശ്യമില്ല എന്ന് ഇമാം ഇറാഖിയും പറയുന്നു. ഇനി നമ്മളെല്ലാവരും മുജാഹിദുകൾ എല്ലാവരും അംഗീകരിക്കുന്ന, ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വമൻ ലന്ന റാഫിയെ പോലുള്ള ആരെങ്കിലും ഇങ്ങനെ ഊഹിച്ചു പറഞ്ഞാൽ, അന്ന ഖിയാമ റമളാന ഫീഹി അദദുൻ മുഅഖിത്തുൻ, റമളാൻ മാസത്തിലെ തറാവീഹ് ഖിയാമുൽ ലൈല് അത് എണ്ണം 11 റക്അത്ത് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് എണ്ണം നിർണയപ്പെടുത്തി ആരെങ്കിലും പറഞ്ഞാൽ, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 റക്അത്ത് നിസ്കരിച്ചവർക്ക് 11 നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന്, അതായത് സമസ്തക്കാര് പറയുന്ന പോലെ 23 നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ, അതേപോലെ സമസ്തക്കാര് തറാവീഹ് നിസ്കാരം 23 നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം തറാവീഹ് നിസ്കാരം 23 റക്അത്താണെന്ന് സമസ്ത എവിടെയും പറഞ്ഞിട്ടില്ല. സമസ്ത പ്രമാണബദ്ധമായ നിലപാടുള്ള പ്രസ്ഥാനമാണ്. 11 നിസ്കരിക്കാൻ പാടുള്ളൂ, 11നേക്കാൾ കൂടുതൽ നിസ്കരിക്കൽ അത് ബിദ്അത്താണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഖദ് അഖ്തഅ, അവൻ വളരെ വഴികളിലാണ്, പിഴച്ചു വഹിക്കുന്നു. റാഫിയെ പോലെയുള്ള ആളുകൾ മുജാഹിദ് ആദർശത്തിൽ നിന്ന് പിഴച്ചു പോയ ആളാണ് എന്ന് ആരാ പറയുന്നത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ്. തള്ളാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത്. പക്ഷെ നബിയുടെ സുന്നത്ത് എന്ന നിലക്ക് നമുക്ക് 11 റക്അത്ത് നിസ്കരിക്കാം. നമ്മൾ ആ ചെയ്യേണ്ടത്. 23 റക്അത്ത് നിസ്കരിക്കേണ്ടതില്ല, പക്ഷെ നിസ്കരിക്കുന്നത് ബിദ്അത്താണ് എന്ന് പറയാൻ രേഖയില്ല. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ പോലും, മുൻകാലങ്ങളിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ പോലും, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉത്ഭവം, അതിന്റെ സ്ഥാപക പണ്ഡിതന്മാർ പോലും നിങ്ങളുടെ വാദം പറഞ്ഞിട്ടില്ല. ഏത്? ഈ ബിദ്അത്താണ് എന്ന വാദം. സമസ്തക്കാരുടെ വാദവും ബിദ്അത്താണ്, നിങ്ങളുടെ വാദവും ബിദ്അത്താണ്. 23 മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന വാദം ബിദ്അത്താണ്. 11 റക്അത്ത് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ, അല്ലാത്തതൊക്കെ ബിദ്അത്താണ് എന്ന വാദവും, ഈ രണ്ടും ബിദ്അത്താണ്. ഇതാണ് കൃത്യമായ നിരൂപണം. ഇത് വിസ്ഡം കണ്ടുപിടിച്ചതല്ല കേട്ടോ. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ ക്ഷണിക്കുന്നത് ഏതെങ്കിലും പണ്ഡിതന്മാരുടെ ചിന്താസരണികളിലേക്കല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെയോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയോ ചിന്താസരണികളിലേക്കല്ല മുജാഹിദുകൾ ക്ഷണിക്കുന്നത്. കേട്ടല്ലോ സഹോദരങ്ങളെ, 11 റക്അത്താണ് തറാവീഹ് നിസ്കാരം എന്നാണ് വഹാബികൾ പറഞ്ഞിരുന്നത്. അതിനെ സുന്നികൾ ചോദ്യം ചെയ്തപ്പോൾ വഹാബികൾ റമളാനിലും അല്ലാത്തപ്പോഴും തറാവീഹ് ഉണ്ട്, റമളാനിൽ പ്രത്യേകമായ ഒരു നിസ്കാരമില്ല എന്നൊക്കെ പറഞ്ഞൊഴിയാൻ നോക്കി. ഇപ്പോൾ പറയുന്നത് റമളാനിൽ മാത്രമായി പ്രത്യേകമായ നിസ്കാരമുണ്ട്, അത് തറാവീഹ് നിസ്കാരമാണ്. ആ തറാവീഹ് നിസ്കാരം 11 റക്അത്താണെന്ന് വാദിക്കുന്നവർ ശക്തമായ വഴികേടിലാണ്. വഴികേട് ലലാലത്താണ്. അത് നരകത്തിലേക്കുള്ള ടിക്കറ്റ്
റിസർവ് ചെയ്യലാണ് എന്ന് വഹാബി നേതാവായ ഇബ്നു തൈമിയ പറയുന്നുണ്ട്. ഇബ്നു തൈമിയയുടെ വാക്കുകൾ തള്ളുന്നത് ഖുർആൻ തള്ളുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് KNM ശക്തമായ വഴികേടിലാണ്, അവർ നരകത്തിലാണെന്ന് വിഷ്ടം ജിന്നൂരികൾ വാദിക്കുന്നു. എന്നാൽ KNMകാർ ഖുർആനിന് തുല്യമായ ഇബ്നു തൈമിയയുടെ വാക്കുകൾ തള്ളുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത്. വൈരുദ്ധ്യമേ നിന്റെ പേരോ വഹാബിസം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.